എൻ്റെ രാഗാലാപനവും ഈ വരികളും ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. അതെനിക്കൊരു പ്രചോദനം മാത്രമായിരുന്നു. രാത്രി മുഴുവൻ ശാസ്ത്രികളുടെ പാട്ടെൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മനസ്സാകെ സംഘർഷത്തിലുമായി. എഴുതാനിരുന്നപ്പോൾ വന്നത് ഈ വരികളൊക്കെയാണ്. 10 മിനിറ്റിൻ്റെ എഴുതി തീർത്തു. അപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. നന്നായില്ലെന്നല്ല ഞാൻ പറഞ്ഞ, എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എപ്പോഴും ജീവിതം എന്താണെന്ന് പഠിക്കാം, അതിൻ്റെ ആഴവും ചുഴിയും പരപ്പും. അപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയം കിട്ടിയേക്കും. എന്നെ സംബന്ധിച്ച് ഗൗരവമുള്ളതാണ് ഞാൻ എഴുതിയത്. ഒരു സ്വയം വെളിപ്പെടുത്തൽ. ഒരു പക്ഷേ ആരുടെ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യ അക്ഷരങ്ങൾ. ഇങ്ങ് വന്നേ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് ഈ പ്രായം. കാണേണ്ടതുമാണ്. പക്ഷേ സ്വപ്നങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആയുസ് കൂടെ അറിഞ്ഞിരിക്കണം. സ്കൂളിലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഇതൊക്കെ തന്നെയാ പറയുക. ആ കൂട്ടത്തിൽ ശാസ്ത്രികളും. ഏയ് അത് വേണ്ട. എൻ്റെ പ്രായം എൻ്റെ ശത്രുവാണ് കുട്ടി. മുതിർന്ന പെൺകുട്ടികളെ പാട്ട് പഠിക്കാൻ അയക്കാൻ വീട്ടുകാർക്ക് മടിയുണ്ടാവും. ചില കുടുംബക്ഷേത്രങ്ങളിൽ ശാന്തിവേലിക്ക് ശ്രമിക്കേണ്ടായി. ചെറുപ്പമായ ഒരു ശാന്തിക്കാരൻ ഇങ്ങനെ അമ്പലത്തിൽ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വയസ്സനാക്കി തരണേന്ന്. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഈ അഗ്രഹാരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടാനായിരുന്നില്ല. ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതി ഒന്ന് അത്രയ്ക്ക് അടുപ്പവും ധൈര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്. ഇത്രയും നന്നായി പാടുന്ന ഒരാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ശ്രമിച്ചൂടെ? ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷന് തള്ളപ്പെട്ടവനെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. തോൽക്കരുതല്ലോ എന്ന് കരുതി ശാസ്ത്രീയ സംഗീതത്തിലെ ഡിഗ്രിയുമായിട്ട് വീണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷന് പടിയേറി. വോക്കൽ ആർട്ടിസ്റ്റിന് ഇൻ്റർവ്യൂവിന്. മ്യൂസിക് കോളേജിലെ എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ജഡ്ജായിട്ട്. വേറെ 3 പണ്ഡിത കേസരികൾ. അവരാഗ്രഹിച്ച് ഞാൻ അവരുടെ ശൈലിയിൽ പാടണമെന്നാണ്. കേട്ടിട്ടുണ്ടോ അത്? ഞാൻ പാടിയത് എൻ്റെ പ്രൊഫസർക്ക് പോലും പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, ഏണ്ടാ നീയും ബാലമുരളീകൃഷ്ണനാവ് പോറിയാ? അതിലെ പുച്ഛം എനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂവിൻ്റെ ഫലം ആരും അറിയാതെ ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പോയി കണ്ടു. ഒരാളൊരു രാഗം പാടിയിട്ട് ഏറ്റുപാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാനൊരു സംഗതി കൂട്ടിപ്പാടി. സൂയിപ്പിക്കല്ലേ? മറുപടി പെട്ടെന്നായിരുന്നു. പാട്ട് പഠിച്ചു പോയതിൻ്റെ അപകടം അന്നേരം ഞാൻ അറിഞ്ഞു. അപമാനങ്ങൾ പിന്നെയും ഉണ്ടായി. മറ്റൊരാൾക്ക് വേണ്ടി ട്രാക്ക് പാടി ജീവിക്കാൻ മനസ്സ് വന്നില്ല. തിരിച്ചു വന്നു. പിന്നെ എനിക്കൊരു ഉപദേശിയുടെ സ്വരം വന്നെങ്കിലേ അത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് ഞാൻ അമ്മാവനാണ്, മച്ചാനാണ്, ചേട്ടനാണ്, അച്ഛൻ്റെ സ്ഥാനത്തുമാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശാസ്ത്രികളെന്ന് വിളിക്കാൻ കൂടി മനസ്സ് വരണില്ല. പിന്നെ പറയാം. ഭദ്ര വരുന്ന ഞാൻ അവിടെ കണ്ടു. ഓ ഇതാണല്ലേ താവളം. ഗംഭീരം. ഇവിടെ എത്തിപ്പെടാൻ ആരോടൊക്കെ വഴി വെച്ചെന്നറിയോ? എന്തിനാ ഇവിടെ വന്ന്? കൂട്ടിക്കൊണ്ടുവരാത്തോണ്ട്. ഇത്ര രസമുള്ള സ്ഥലം ഒരാൾ മാത്രം അങ്ങനെ ആസ്വദിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇവിടെ വിട്ട് പോകും തോന്നുന്നില്ല. ഒക്കെ ഒന്ന് കാണട്ടെ.
ദാ. പോയട്രി ഡിസ്കഷനിലുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ ഐ മീൻ എ ഡ്രീം വേൾഡ്, ഉം. ഫുൾ ഓഫ് ഡ്രീംസ്. ഉം. എന്താന്ന് പറയാമോ? ഉം. I love those dreams. നീ എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വലയെറിയുന്നു. എൻ്റെ ചിന്തകൾ മായാവലയത്തിൽപ്പെട്ട മത്സ്യത്തെ പോലെ ആ വലയ്ക്കുള്ളിലേക്ക് ഓടിയണയുന്നു. എല്ലാ കവികൾക്കും കലാകാരന്മാർക്കും ഇഷ്ടവിഷയമാണ് മഴ, സൃഷ്ടിയുടെ നനവ്. ഓരോ മണ്ണിലും പെയ്തിറങ്ങുന്ന മഴയുടെ നിറം വേറെയാണ്, മണം വേറെയാണ്, ഒച്ച വേറെയാണ്, കുളിരും ചൂടും വേറെയാണ്. മനസ്സിലും മൃദംഗമോ? ആരുടെ മനസ്സിൽ നിന്ന് ചോദിക്കുന്നില്ല, പ്രയോഗം തന്നെ. പാട്ട് പാടി മഴ പെയ്ക്കാൻ പറ്റുമോ? ആരാ ഈ വിട്ടിത്തം പറഞ്ഞു? വലിയ ശാസ്ത്രികൾ. ഒരു കാര്യം തന്നെ മനസ്സിലെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരുന്ന അത് നടക്കുന്നൊരു വിശ്വാസമില്ലേ, അതുപോലെ. ഈ ശാസ്ത്രികൾക്ക് മഴ പെയ്ക്കാമോ? തൻ്റെ മനസ്സിൽ മഴ പെയ്ക്കാം. ശാസ്ത്രത്തിന് പാടുകയായിരുന്നോ? ഇല്ല, പാട്. ഞാൻ ആലോചിച്ചുകൂടിയില്ല. ഞാൻ നന്നായിട്ടൊന്ന് മയങ്ങി. പാടില്ല? ഇല്ല. ആ ആ ആ. அம்மா கவலைப்படுறதுக்கு ஒண்ணுமே இல்லை. 3 நாளைக்கு மெடிசன் எழுதி கொடுக்குறேன், அது சாப்பிடுங்க. நத்திங் டு வரி. ஆமா, வைகுண்ட சாஸ்திரி எங்க? என் மகன் வந்திருக்கு, வெளியே நிக்கிறேன். வணக்கம் சார். ஏப்பா வெளியில நின்னுட்டு இருக்கேன். சரி, உங்க அம்மாவுக்கு மேஜர் ப்ராப்ளம் ஒண்ணுமே இல்ல, வெறும் மைனர் டான்சிலைட்டிஸ் தான். பிளட் டெஸ்ட் ரிப்போர்ட் வந்த அப்புறம் டிசைட் பண்ணலாம் என்ன பண்ணலான்னு. அம்மா பயப்படுறதுக்கு ஒண்ணுமே இல்ல, சின்ன ஆபரேஷன் தான். லேடிஸுக்கு இந்த ஏஜ்ல இந்த மாதிரி ப்ராப்ளம்ஸ் வரும். ஆமா, நீ என்ன பண்ற? அவ்வளோ முக்கியமான ஒன்றும். மியூசிக் எம்ஏக்கும். டாக்டர் பொண்ணுக்கு பாட்டு சொல்லி கொடுக்கறது இவன் தான். பெரிய சாஸ்திரிகள் தான் பத்ராவுக்கு பாட்டு கத்து கொடுக்குறேன்னு நான் நினைச்சிட்டு இருக்கேன். அப்பா எப்பவுமே வீட்டில் இருக்கிறது இல்லை. சோ மகள் எப்பவும் சொல்ற சாஸ்திரிகள் நான் தான். குட். ഏയ്, എന്ത് പറ്റി ഇന്ന്? ആരാ നിന്റെ മോളെ പാട്ട് പഠിപ്പിക്കുന്നത്? നിന്റെ മോളോ? അതെന്ന് മുതലാ? മോളെ പാട്ട് പഠിപ്പിക്കുന്ന ആരാന്ന് പറഞ്ഞത്? ശാസ്ത്രികൾ. ഓ, എത്രയാ ശാസ്ത്രിയുടെ പ്രായം? പഴയ കളിക്കൂട്ടുകാരനല്ലേ, പ്രായം ഞാൻ പറഞ്ഞായിരുന്നു. അയാൾക്ക് 30 അടുക്കും. വൈകുണ്ഠ ശാസ്ത്രിയുടെ നല്ല പേര് രാമാനുജ ശാസ്ത്രികൾ. കാണാൻ സുന്ദരൻ. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുന്നു, പൂച്ചൂടുന്നു, ദാവണി ചുറ്റുന്നു, നോൺ വെജ് കട്ട്. മോൾക്ക് എന്തിന്റെ അസുഖമായിരുന്നെന്ന് അമ്മ അറിയണമായിരുന്നു. എനിക്ക് കുറച്ച് ബുദ്ധിക്കുറവുണ്ട്, അത് കൂടുതലുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതേവരെ മോളൊന്നും ഒളിച്ചു വെക്കാറില്ല. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം നീ വീട്ടിൽ പറഞ്ഞിരുന്നോ? ഓ, ഞാൻ വരുമ്പോ കൊണ്ടുവന്ന മോളൊന്നും അല്ല. മുള്ളിന്റെ മൂട്ടില് മുള്ളേ ഉണ്ടാവുമെന്ന് പറയാനാണെങ്കിലേ രണ്ടുപേരുടെയും കുറ്റം കൊണ്ട് തന്നെയാ. ഞാൻ അവളോട് തഞ്ചത്തിലൊന്ന് ചോദിക്കാം. അനുസരണക്കേടിന് ഇതല്ല തരേണ്ടത്. പിന്നെ നിർത്തിയത് ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞതനുസരിക്കണം. എനിക്ക് പാട്ട് പഠിക്കണം. ഞാൻ സ്കൂളിൽ പോയി ഞാൻ പാട്ട് പഠിക്കാനും പോകും. ഇല്ല, കച്ചേരി പാടി നടക്കാനല്ല നിന്നെ വളർത്തുന്നത്. ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം.